ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് വീഡിയോ ഒന്നും നന്നായിട്ട് എടുക്കാൻ അറിയില്ല, ഇടാൻ അറിയില്ല, എൻ്റെ മോളാണ് എല്ലാം ചെയ്തു തരണേന്ന്. അങ്ങനെ മീഷോയിൽ നിന്ന് ഒരു വീഡിയോ എടുക്കണ സ്റ്റാൻഡ് വാങ്ങിച്ചായിരുന്നു. വാങ്ങിച്ചപ്പോഴൊന്നും കുഴപ്പമില്ല, നല്ലതായിട്ട് തന്നെ കിട്ടിയത്. പക്ഷേ എൻ്റെ മോൾ ആ സ്റ്റാൻഡിലേക്ക് ഫോൺ ഫിറ്റ് ചെയ്ത സമയത്ത് ആ സ്റ്റാൻഡിൻ്റെ അവിടെ വെച്ച് പൊട്ടിപ്പോയി. പിന്നെ അത് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ആയിട്ട് ആ ഒരു സ്റ്റാൻഡ് വെച്ച് എടുത്തതാണ്. അത് ചരിച്ചും തിരിച്ചും ഒക്കെ വെച്ച് എടുക്കേണ്ട സ്റ്റാൻഡായിരുന്നു. പക്ഷേ അത് പൊട്ടിയതിന് ശേഷം അങ്ങനെ വേറെ ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. ഇതാണ് ഞങ്ങളുടെ അടുക്കള. ഇത്ര വെളിച്ചങ്ങളേ ഉള്ളൂ. ഇതിൻ്റെ വെട്ടടിക്കണമുണ്ട്, ആ വെളിച്ചം നന്നായിട്ട് കിട്ടണില്ല. ഇതാണ് എൻ്റെ മൂത്ത ആൾ. രാത്രിത്തേക്ക് ദോശ ചൂടുന്നതാണ്. ദോശയും ചിക്കൻ കറിയാണ്. ഇതൊന്നും എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊന്നും പറ്റിയില്ല. ഞാൻ ജോലി ചെയ്യണതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ വീഡിയോ എടുക്കാൻ, ഇവരുടെ അടുത്ത് എടുക്കാൻ പറഞ്ഞാൽ അവരൊക്കെ മൂഡ് അനുസരിച്ച് അവരൊക്കെ വീഡിയോകൾ എടുത്ത് തരുള്ളൂ. മൂത്ത ആളുടെ അടുത്ത് വല്ലതും ചെയ്യാൻ പറയണമെങ്കിൽ അവൾക്കൊരു മൂഡുണ്ടെങ്കിൽ അവളെല്ലാം ചെയ്യുള്ളൂ. പിന്നെ ഇളയ ആളിന് അതൊന്നും അറിയുകയില്ല. ചുമ്മാ എന്തെങ്കിലും കളിച്ചുകൊണ്ട് നടക്കും, ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ അതുകൊണ്ട് എനിക്കാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. കാണിച്ചൊക്കെ പല പ്രാവശ്യം ഇവരൊക്കെ തന്നിട്ടുണ്ട്, എന്നാലും മണ്ടേ കയറണില്ല. എങ്ങനെ ഇടണം, എങ്ങനെ ഇതിൽ എടുത്ത് സംസാരിക്കണമെന്നൊക്കെ. ചില സമയങ്ങളിലൊക്കെ വീഡിയോ ഞാൻ എടുത്ത് വയ്ക്കും, പക്ഷേ ഇതേപോലെ എഡിറ്റ് ചെയ്തിടാനൊന്നും എനിക്കറിയില്ല. അങ്ങനെ എടുത്ത വീഡിയോ ആയിരുന്നു ഇത്. കർക്കിടക വാവിൻ്റെ അന്ന് തലേ ദിവസം എടുത്ത വീഡിയോ ആണ്. അന്നാണ് ഇഞ്ചിക്കറിയും വയ്ക്കുന്നത്. ഇഞ്ചിക്കറിയും വെച്ച് ദോശയും, ഇഞ്ചിക്കറി സദ്യയ്ക്ക് പിറ്റേ ദിവസം വച്ചെടുത്തതാണ്. ഞങ്ങൾക്കിവിടെ വലിയൊന്നും ഇടാത്തതുകൊണ്ട് ഒരിക്കലൊന്നും അങ്ങനെ ഇല്ല. അതുകൊണ്ട് പിറ്റേ ദിവസം സദ്യയ്ക്ക് ഇഞ്ചിക്കറി വെച്ച്, മാങ്ങ അച്ചാർ, ഇഞ്ചിക്കറി, ബീട്രൂട്ട് കിച്ചടി, വെള്ളരിക്ക കിച്ചടി, സാമ്പാർ, പരിപ്പ്, അവിയൽ, തോരൻ, പാലട പായസമാണ് വച്ചത്. പിന്നെ ഉപ്പേരിയും ബോളിയൊക്കെ വെളിയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതായിരുന്നു ഞങ്ങളുടെ കുഞ്ഞു സദ്യ. അപ്പം അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. ജോലിക്കും കൂടെ ഇടയ്ക്ക് പോകണമുണ്ട്. ആകെ വൈകുന്നേരം വന്നാണ് ബാക്കി കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഓണത്തിന് ഇതേപോലെ സദ്യ ഉണ്ടാക്കുക, എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോവും. അങ്ങനെ ഒരു ചെറിയൊരു ഇതിൽ അങ്ങനെ എല്ലാം കഴിയും. കൂടുതൽ സിനിമയ്ക്കാണ് എവിടെയെങ്കിലുമൊക്കെ പോകണത്, വലുതായിട്ടൊന്നുമില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മൂന്നാർ പോയായിരുന്നു. ഈ പ്രാവശ്യം മൂന്നാർ പോകാൻ പറ്റില്ല. അവിടെ മണ്ണിടിച്ചിൽ കാരണം ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെ അടച്ചേക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഒരിടവും പോകാൻ പറ്റില്ല. അതിന് ഞാൻ പറഞ്ഞില്ല, ഒരു കുഞ്ഞ് വീട് വയ്ക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് കിട്ടുന്ന പൈസയൊക്കെ അതിലേക്ക് ചിലവാക്കി എങ്ങനെയും വീട് വയ്ക്കണം. കുറേ കാലം കൊണ്ട് വാടകയ്ക്ക് താമസിച്ച് വയ്യ. ഇതും വാടക വീടാണ്. എൻ്റെ ഭർത്താവിനുള്ള സ്ഥലത്താണ് വീട് വയ്ക്കുന്നത്. അപ്പോൾ ഷീറ്റിട്ടൊരു വീട് വയ്ക്കണം. ഒരു ചെറിയൊരു 2 റൂം ഇറക്കി ഒരു അടുക്കള ഇറക്കിയാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാലും നല്ല പൈസയാവും. അവിടെ ചുമട് നന്നായിട്ട് കയറുന്ന ഒരു സ്ഥലമാണ്. അപ്പം എങ്ങനെയെങ്കിലും രണ്ടുപേരും കൂടെ ജോലി ചെയ്ത് കുറേശ്ശെ വയ്ക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ അതിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് ഈ വർഷം ഓണത്തിനൊരിടം കറങ്ങാനും പോകുന്നില്ല, ഒന്നിനും പോകുന്നില്ല. കുഞ്ഞ് സദ്യ ഉണ്ടാക്കി കഴിച്ചിട്ട് അങ്ങനത്തെ ഒരു പ്ലാനിലാണ് ഈ വർഷം ഇരിക്കുന്നത്. ഈ വർഷം തന്നെ എല്ലാം ഒരുമിച്ച് ഒരു മാസത്തിൽ തന്നെ വരുന്നു. എൻ്റെ മൂത്ത ആളുടെ ബർത്ത്ഡേ വന്നിട്ട് 19-ാം തീയതി. അതും ഇതുണ്ട്, ഒരു ചെറിയ കേക്ക് വാങ്ങിച്ച് മുറിക്കണം. ഇളയാളിൻ്റെ കഴിഞ്ഞ മാസമായിരുന്നു കഴിഞ്ഞത്. അന്ന് കേക്കൊക്കെ വാങ്ങിച്ച് മുറിച്ചതൊക്കെ ആയിരുന്നു. പിന്നെ ജോലിക്ക് പോകുന്നു. മഴ, വേറെ എന്തോന്ന് വിശേഷങ്ങൾ പറയേ. എല്ലാവരും നന്നായിട്ടിരിക്കുന്നു, അടിച്ചു പൊളിച്ചൊക്കെ പോകുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. പിന്നെ വേറെ എന്ത് പറയാം, ഇനിയിപ്പോൾ ഓണപരീക്ഷ തുടങ്ങി. ഓണപരീക്ഷയുടെ തിരക്കിലാണ്. മൂത്ത ആൾ 7ലാണ് പഠിക്കുന്നത്, ഇളയാൾ വന്നിട്ട് 4ലാണ് പഠിക്കണത്. ആ പരീക്ഷയുടെ തിരക്കിൽ അങ്ങനെയൊക്കെ നിൽക്കുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ 10 ദിവസം അവധിയുണ്ട്, അവർ ഹാപ്പിയാണ്. പിന്നെ ഓണ അവധി എനിക്ക് കിട്ടും. അങ്ങനെ ഓണ അവധിയൊക്കെ അടിച്ച് പൊളിച്ച് അങ്ങനെ ഓരോ കാര്യമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഓരോ സാധനങ്ങൾ ഇളയാളാണ് ഇടയ്ക്ക് വന്നതും കൊണ്ട് ഇതൊക്കെ കാണിക്കുന്നത്. ദോശ ചൂടാന്നൊക്കെ പറഞ്ഞ് വന്ന് ചൂടും. കുഞ്ഞിലെ പണിയെടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഇങ്ങോട്ട് വന്ന് കേട്ട് ചെയ്യും. കുറച്ച് നമ്മൾ വലുതാവുമ്പോൾ ചെയ്യാൻ പറയുമ്പോൾ പിന്നെ ആരും തിരിഞ്ഞു പോലും നോക്കില്ല. അതാണ് ഇത്. എൻ്റെ മൂത്ത ആൾ ചെറുതിലെ എനിക്ക് നല്ലോണം ജോലിയൊക്കെ ചെയ്ത് സഹായിക്കുന്ന ആളായിരുന്നു. ഇപ്പം എന്തെങ്കിലും അവിടുത്തെ ചെയ്യാൻ പറഞ്ഞു നോക്കും, ഒന്നും ചെയ്യില്ല. ഇപ്പം ആ സ്വഭാവം ഇളയാളിന് വന്നിട്ടുണ്ട്. ഇപ്പം എന്തെങ്കിലും ചെയ്തു തരട്ടെ എന്ന് പറയും.
പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതും ഇല്ലാതാവും. പാത്രമൊക്കെ ഇങ്ങനെ വെളിയിൽ കൊണ്ടുപോയി കഴുകണോണ്ട് നല്ല പാടാണ്. എടുത്തിട്ട് പോയി അങ്ങ് കഴുകിയൊക്കെ എടുത്ത് വരുമ്പോൾ ഇത്തിരി സമയമാവും. തുണി കഴുകാനൊക്കെ അങ്ങ് കുറച്ചങ്ങ് ഇറങ്ങി അങ്ങ് പോയി കഴുകിയാലേ പറ്റുള്ളൂ. അങ്ങനെ ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ട് അവരുടെ തുണികളൊക്കെ ഞാൻ അവരേൽ കുറേശ്ശെ കഴുകാനൊക്കെ കൊടുക്കും. ആദ്യമൊക്കെ കഴുകുമ്പോൾ ഒന്നും വൃത്തിയാവുകയില്ല എടുക്കുകയില്ലായിരുന്നു. പിന്നെ ഞാൻ ഒന്നുകൂടെ കഴുകിയൊക്കെ ഇടുമായിരുന്നു. പിന്നെ ഇപ്പോൾ കഴുകി വന്നപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് പറയാം. എന്നാലും അത്ര ഒരു ഇതായിട്ട് വരില്ല. പാത്രം കഴുകിയാലും അങ്ങനെ തന്നെ അത്ര നന്നായിട്ടൊന്നും ചെയ്യില്ല. പിന്നെ പെൺകുട്ടികളല്ലേ, കുറച്ചെങ്കിലുമൊക്കെ പണി അറിഞ്ഞിരിക്കട്ടെ എന്ന് പറഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ലതുമൊക്കെ കൊടുക്കും. വീട് തൂത്തുവാരി വിളക്ക് കത്തിക്കൽ പണിയൊക്കെ ചെയ്യും. മൂത്ത ആൾ ഇത്തിരി ചായ ഇടും, ഓംപ്ലേറ്റ് ഉണ്ടാക്കും, ദോശ ഇടും, പപ്പടം കാച്ചും, എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ ചെറിയ ചെറിയ കുക്കിങ് പരിപാടിയൊക്കെ ചെയ്തോളും. ഇളയാൾ ഇപ്പോൾ ദോശയൊക്കെ ചൂടാൻ കയറും. എന്നാലും ഗ്യാസല്ലേ, കളവിക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട എന്നുള്ള ഒരു ഇതിൽ കയറ്റാറില്ല. ഇവിടെ അടുപ്പും ഇഞ്ചക്ഷൻ അടുപ്പും ഗ്യാസും കൂടെയാണ്, മൂന്നിലും കൂടെ മാറിയും തിരിഞ്ഞാണ് ചെയ്യണം. അപ്പോൾ അത് അപകട സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇവരെയൊന്നും കയറ്റില്ല. എനിക്ക് എല്ലാത്തിനും ഒരു പേടിയാണ്. പിന്നെ അത് കഴിഞ്ഞ് മറ്റും പഴയ വയറൊക്കെ അല്ലേ, അപ്പോൾ ഇഞ്ചക്ഷൻ അടുപ്പിലൊക്കെ എർത്ത് വല്ലതും വരണമെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളൊരിതിൽ അങ്ങനെ അതിലൊന്നും വലുതായിട്ട് ചെയ്യാൻ പറയില്ല. പിന്നെ വേറെ മഴ പെയ്യാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. പണി നടക്കണോണ്ടേ മഴ പെയ്ത് കഴിഞ്ഞാൽ പണി പാതിക്ക് വെച്ച് നിൽക്കും. പിന്നെ ഒരു മനസ്സിലൊരു കണക്ക് വെച്ചിരിക്കണം, ഇത്ര ദിവസത്തിനകത്ത് തീർത്തിട്ട് അങ്ങോട്ടേക്ക് താമസം ആവണമെന്നുള്ളൊരു വിചാരം ഉണ്ട്. ഇവിടെ ബാത്റൂമൊക്കെ പുറകിലാണ്, അപ്പം ഇറങ്ങി പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും ഇതൊക്കെയാണ്. അപ്പം അതനുസരിച്ച് ഒരു ബാത്റൂമൊക്കെ അകത്ത് കെട്ടി ആ ഒരു കുഞ്ഞ് വീട് സ്വപ്നം കണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. എല്ലാം നന്നായിട്ട് നടക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നു. നിങ്ങൾക്കൊരു ദിവസം ഞാൻ കാണിച്ചു തരാം കേട്ടോ, ആ സ്ഥലവും വീടും. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. പിന്നെ എല്ലാവരും ഞാൻ ജോലിക്ക് പോകുന്നത് കുക്കിങ്ങിനെയാണ്. അപ്പോഴാണ് എല്ലാവരും പറഞ്ഞു ഒരു ചെറിയ യൂട്യൂബും കൂടെ തുടങ്ങാത്തത്, എന്തെങ്കിലും ഒരു ഒരു യൂട്യൂബ് തുടങ്ങണം, നല്ലതല്ലേ, ഇതായിരിക്കും, ഒരാശ്വാസമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ തുടങ്ങിയിട്ട് ഒരു വർഷമായി. വീഡിയോ ഒന്നും അത്ര ഇടാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ മോൾ എന്തെങ്കിലുമൊക്കെ എടുക്കുകയൊക്കെ വെച്ചിരുന്നു, ഞാനങ്ങ് മൈൻഡാക്കാതിരുന്നു. അപ്പോൾ ഇപ്പം എല്ലാവരും ഓരോരുത്തരും രഞ്ജുവിൻ്റെ വീഡിയോ ഒക്കെ കണ്ടപ്പം എനിക്കും ഒരു ഇൻട്രസ്റ്റ് തോന്നി, ഒന്ന് ഞാനും കൂടെ ഇട്ട് എന്തെങ്കിലുമൊക്കെ ഒരിതാവാം. അതും വീട്ടിലെ ഊണെന്നും പറഞ്ഞും കൊണ്ട് രഞ്ജുവിൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. എത്ര സാധാരണക്കാരാണ് യൂട്യൂബിൽ വന്ന് ഓരോന്നും ചെയ്യുകയും കാണിക്കുകയും ചെയ്യണം. അപ്പം ഞാൻ മാത്രം മാറി നിൽക്കണം എന്തിനെന്ന് കരുതിയിട്ടാണ് ഞാനും അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങ് ഇറങ്ങിയത്. എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്നോ, എത്ര പേരെങ്ങനെ കാണുമെന്നോ, എന്തൊക്കെ കുറ്റങ്ങൾ വരുമെന്നോ ഒന്നും വിചാരിച്ചിട്ടില്ല. ദൈവത്തിന് മാത്രം മനസ്സ് വിചാരിച്ചിട്ട് അങ്ങ് ചെയ്തു. പിന്നെ കുറേയൊക്കെ സപ്പോർട്ട് എൻ്റെ മൂത്ത മോള് തന്നെയാണ് ഇതിലേക്ക് ഇടാനും എടുക്കാനും ഒക്കെ. പിന്നെ ഇളയാൾ വീഡിയോ എടുക്കാനൊക്കെ സമ്മതിക്കും, വന്ന് നിൽക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെ സപ്പോർട്ടാണ് എനിക്ക് കൂടുതലുള്ളത്. ഇവരുടെ അച്ഛന് വലുതായിട്ട് അത്ര ഇഷ്ടമില്ല ഞാൻ യൂട്യൂബ് തുടങ്ങിയാലൊന്നും. ഇന്ന് മൂത്ത ആൾ സ്കൂളിൽ പോയപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അവൾക്ക് പരീക്ഷയായിരുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് സ്കൂളിൽ പോയ സമയങ്ങളിൽ റോഡിൽ കൂടെ പോയപ്പോൾ മേളിൽ ലൈൻ കമ്പിയുടെ മേളിൽ കൂടെ പാമ്പാണെന്ന് അവൾ പറയണം. കണ്ടില്ല, ചേരയാണോ എന്താണോ, ചേര പൊക്കത്തിൽ കയറുമെന്നൊന്നും അറിയില്ല. അങ്ങനെ മേളിൽ നിന്ന് വന്ന് അവളെ കാലിൻ്റെ അടുത്തോട്ട് വീണ്. അവൾ വിളിച്ച വിളിയായിട്ട് ആരൊക്കെ ഓടി വന്ന് മാറ്റിയെന്നൊക്കെ പറയണ്. എന്നാലും ഒരു പേടി. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബറിൻ്റെയൊക്കെ ഇടയല്ലേ, അതുകൊണ്ട് ഇഴജന്തുക്കളൊക്കെ എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഇന്നാളെ തന്നെ കാണിച്ചു തന്നില്ലേ, വീട്ടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് കല്ലിൻ്റെ കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നാണ് അത് കണ്ടത്. എന്നാലും ഭയങ്കര പേടിയാണ്, വീട്ടിനകത്ത് കയറിയോ എന്നുള്ളൊരു പേടിയിലാണ് എപ്പോഴും ഇരിക്കുന്നത്. അതിനെ നമ്മൾ ഉപദ്രവിക്കാതിരുന്നാൽ നമ്മളൊന്നും ചെയ്യില്ല, എന്നാലും ഒരു പേടി മനസ്സിലില്ലേ. അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ പ്രതികരിക്കുന്ന ഒരിതല്ലേ, ആ ഒരു പേടിയിൽ നമ്മൾ വലിയവരാണെങ്കിൽ പോട്ടെന്ന് വയ്ക്കാം, കൊച്ചുങ്ങൾ മാത്രമുള്ള സമയങ്ങളിലാണെങ്കിലോ എന്നുള്ളൊരു പേടി മനസ്സിലുള്ളതുകൊണ്ടാണ് അവരൊക്കെ പേടിക്കണം. അല്ലെങ്കിൽ മനുഷ്യരെ മാത്രം പേടിച്ചാൽ മതി, ഇവരെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എന്നെല്ലാം പ്രാർത്ഥിച്ച് നടക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവം ആറ്റുകാലമ്മയാണ് കേട്ടോ. എൻ്റെ കുഞ്ഞിലേ ഞാൻ എൻ്റെ ആറ്റുകാലമ്മയുടെ ഒരിതാണ്. കാരണം
എൻ്റെ അമ്മമ്മ ആറ്റുകാലമ്മയുടെ ഒരു ഭയങ്കര ഒരിതാണ്. അപ്പോൾ ചെറുതിലെ തൊട്ട് എൻ്റെ അമ്മയാണ് അവിടെ കൊണ്ടുപോയി എന്നെ എല്ലാം അങ്ങനെ എല്ലാം എൻ്റെ ആറ്റുകാലമ്മയാണ്.